ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഫാമിലിയുടെ കൂടിയുള്ള വൺ ഡേ ട്രിപ്പാണ്. വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, 5 പള്ളി തീർത്ഥാടനം, 5 പള്ളി പ്ലസ് അവസാനം ഒരു ബീച്ച്. ഞങ്ങൾ 14 പള്ളി കണ്ടിരിക്കും. എന്തോ 14 പള്ളി കണ്ടിരിക്കും, സ്വപ്നങ്ങളിൽ മാത്രം കണ്ണുകൊണ്ട്. അപ്പൊ ഗൈസ്, നമുക്കെന്നാ വിശേഷം കാണാം. ഇവിടെ നല്ല വെയിലുണ്ട്, ഇവിടെ കാണാനില്ലോ ആര്യാ. ഗൈസ്, നമ്മുടെ കാഞ്ഞൂര് പള്ളീൻ്റെ ബാക്ക് ഭാഗമാണത്. പരുന്തൊക്കെ പറക്കണ പള്ളി, മറ്റേ എന്താണ് പെരുന്നാളിന് പ്രദക്ഷിണ ഇറങ്ങുന്ന ടൈമിന് ആ പള്ളിയാണിത്. പള്ളീൻ്റെ ഫ്രണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു, റീൽസിലൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആയാസിൽ വന്നേക്കാണ്. അവിടെ പനീർ ബിരിയാണി, പനീർ ഫ്രൈഡ് റൈസ്, പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവുള്ള പോലെ തോന്നണേ. ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മേടിച്ച പനീർ ബിരിയാണിയും പനീർ ഫ്രൈഡ് റൈസും ഒട്ടും കൊള്ളൂലായിരുന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കഴിക്കുന്നത്, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമായോ? നല്ല ഇച്ചി ഫ്രൈഡ് റൈസ്, നല്ല കുറച്ച് തന്നെ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഉപ്പൂലിയും മെളുകൂലിയും ഒന്നുമില്ല, എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നമാണോ അതോ മൊത്തത്തിൽ എങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഇതൊന്നും ഇവിടുത്തെ പ്രശ്നമാണോ? ഗൈസ്, ഡിസപ്പോയിൻറ്റഡ്. ഗൈസ്, ഐസ്ക്രീം ഫുഡ് പോയി. ഇതെങ്കിലും കോട്ടൻ കാൻഡി അല്ലേ, ടെൻഡർ കോക്കനട്ട്. ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. എടപ്പള്ളിയിലോട്ട് എത്തിയിരിക്കുകയാണ്. നല്ല വെയിലാണ് അവിടെ, എല്ലായിടത്തും നല്ല വെയിലാണ്. സൺസ്ക്രീൻ ഒന്നും ആവില്ല. അതെ, 1 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓണ തള്ളമാരൊക്കെ ക്യൂട്ട്നെസ് ഇട്ട് വെതർന്നു. സാധനങ്ങളൊക്കെ നോക്കുന്ന ടൈം മേടിച്ച്. മമ്മി എന്താണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഞാനും മേടിച്ചു, മോതിരം മേടിച്ചു. കുപ്പിയിലത്തെ വെള്ളം തണക്കാൻ വേണ്ടിയിട്ടല്ലേ? ഐഡിയ ബൈ മേമ. അതെ, ഇവളുടെ ബുദ്ധി കുപ്പി തണുത്ത് എന്നിട്ട് ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വല്ലാർപാടം പള്ളിയിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അടിച്ചു വാരലാണ്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. എന്താ? അതായത് ഇവിടെ ആദ്യം 2 ചേച്ചിമാര് പണിയെടുക്കായിരുന്നു. അപ്പോൾ അവരടിച്ചു വരുമ്പോൾ പറഞ്ഞു ഇവിടെ അടിച്ചു വാരി പുണ്യം കിട്ടും, അപ്പോൾ വരുന്നവരും പോണവരൊക്കെ അടിച്ചു വാരി തുടങ്ങി. അങ്ങനെ അവരുടെ പണി എളുപ്പമായി. അന്ന് തൊട്ട് ഇത് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. എനിക്കറിയില്ല എന്താണ് ഇവിടുത്തെ ഐതിഹ്യം. ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമുക്കും പോയി അടിച്ചു വരാം. ഒരു വിശ്വാസം, ഇവിടെ ചേച്ചിമാരെ അടിച്ചു വരണ്ടേ. ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ്. അടിച്ചു വാരാ, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം എന്നാലും അടിച്ചു വരും. പള്ളിയുടെ മുറ്റൊക്കെ അടിച്ചു വരും. നമ്മുടെ വിശ്വാസങ്ങൾ. നമ്മൾ ഇവിടെ നിന്ന് ചൂല് മേടിച്ച് അടിച്ചു വരണം, അവരൊക്കെ അടിച്ചു വരുന്ന പോലെ. ഗൈസ്, നമ്മൾ പള്ളിയുടെ മുകളിലേക്ക് കയറാണ്. 5 രൂപ കൊടുത്ത് ഇങ്ങനെ സ്റ്റെയറിൽ കയറി പറ്റിയാവും. 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ലിഫ്റ്റിൽ പോവാം. ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ട് വരണമെങ്കിൽ കോണി കയറണ്ട, ലിഫ്റ്റ് എടുത്ത് കയറായിരിക്കും നല്ലത്. കോണി കയറിയ എങ്ങനെയുണ്ട്? കോണി കയറി ഇങ്ങനെ ഇരിക്കാം. ഫൈനലി വി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. എൻ്റെ പൊന്നോ, നമ്മുടെ പള്ളിയുടെ സ്ട്രക്ചർ
ഇവിടെ എന്തൊക്കെയുണ്ട്, പണ്ടത്തെ സാധനങ്ങളാന്ന് തോന്നുന്നുണ്ട്. പണ്ടത്തെ ഈ സാധനങ്ങൾ ഗൈസ്. ആൻഡ് ഫൈനലി വി ഗോട്ട്. ഓ സൂപ്പർ, നല്ലൊരു വ്യൂ. എന്ത് പറയാ, വെള്ളർപ്പാട് വരൂട്ടോ. സെന്റ് ബസിലിക്കാസ്. നല്ല വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ ഫുള്ളും കൊച്ചി ഫുള്ളും കാണാം. സ്റ്റെപ്പ് കഴിവന്ന് വെളുത്തായി. യെസ്, വെളുത്തായി. ക്ഷീണുണ്ടെങ്കിലും കൊള്ളാം, വ്യൂ കൊള്ളാം, കാറ്റുണ്ട്, സൂപ്പർ. ഇതിന്റെ മുകളിക്കുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. ഇവൻ നീലുടുപ്പിട്ടവൻ. നമുക്ക് പോയി നോക്കാം, ഉണ്ടോന്നറിയില്ല, കയറാൻ പറ്റുമോന്നറിയില്ല. ലിഫ്റ്റ് വരുന്നില്ല. പക്ഷെ നമ്മള് ലിഫ്റ്റ് നോക്കി നിന്നിട്ട് ലിഫ്റ്റ് ഇനി മോളിൽ പോയിട്ട് പോയിരുന്നോളൂട്ടാ. വരുത്തി തുള്ളിച്ചാടി കയറി പോണ്ട്. അതെ, കാണിച്ചരാം. അയ്യോ, കാവടത്തുള്ളിയും പോണ്ട്. എവിടെ എത്തിയാണോ ഇരിക്കുക. നടന്നെത്തുമ്പോ എന്താവോന്നറിയില്ല. ലിഫ്റ്റ് വരുന്നില്ല, അവർ നമ്മളെ പറ്റിച്ചു. ഗൈസ്, ഫൈനലി നമ്മള് എത്തി. കാവടെത്തി. കയറി പോകുന്നേ. ഗൈസ്, വ്യൂ വേണ്ട, വ്യൂ ഒരു രക്ഷയില്ല. മയിലാണോ ക്രാവാണോ കറിയണേ. കൊള്ളാം ഗൈസ്. ഇവിടെ ഞങ്ങൾ ഒരു തവണ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കോണി കയറി എക്സ്പീരിയൻസ് ചെയ്യണം. ലിഫ്റ്റ് കയറിയത് പറ്റിയാവും നമ്മൾ. അതെ ഗൈസ്, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴ്ത്തു പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ ഒരു കാഴ്ച കണ്ടു. താഴ്ത്തുനിന്ന് നമ്മുടെ പേരൻസ് കേറി വരുന്നു. ലിഫ്റ്റില് നമ്മള് കോണി കേറി, അവര് ലിഫ്റ്റില്. കുഴപ്പമില്ല. ഒരു പേരന്റ് അവിടെ കാറ്റുകൊണ്ട് നിൽക്കുന്നു. കോജാലി തൈലം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നടക്കും. അതെ ഗൈസ്, നമുക്ക് ഇവിടുത്തെ പണ്ടത്തെ ചേട്ടൻ ചെയ്ത് കാണിച്ചായിരുന്നു. ഗൈസ്, ഫൈനലി വി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. ഇതുമായിട്ട് ഉറക്കം വരുന്നുണ്ടോ? നല്ല ബീച്ച് എത്തി, ചെറായി ബീച്ച്. ബീച്ചിന്റെ ഒരു സൈഡിലേക്ക് എത്തി. നിറച്ച ആൾക്കാരുണ്ട് ഗൈസ്. പിന്നെ വെയില് ലൈറ്റൊക്കെ പോയി, സൂര്യനും പോയി, എല്ലാവരും പോയി. പക്ഷെ ആൾക്കാരുണ്ട്. നല്ല കാറ്റുണ്ട്. എല്ലായിടത്തും നിന്നും നല്ല കാറ്റുണ്ടായിരുന്നു അല്ലേ? വെയിലാണെങ്കിലും എല്ലായിടത്തും കാറ്റ്. അതെ, മഴ പെയ്യാണ്ടിരുന്നാ മതി, ഐശ്വര്യം കാരണം. ആൾക്കാരാണ് നിറച്ച്. നമ്മുടെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ എത്തിയ ഗൈസ്, നമ്മൾ ബീച്ചിലാണ്. 7 മണിയായി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളി. ബീച്ച് എങ്ങനെയുണ്ട്? അവർ 2 പേര് അവിടെ ബാക്കിൽ നിൽക്കാം, 3 പേര് ബാക്കിൽ നിൽക്കാം. ഇവിടുത്തെ ലൈറ്റ് ഒക്കെ പോയി ഓൾമോസ്റ്റ്. നമ്മളെത്തിയോണ്ട് ബീച്ച് പെട്ടെന്ന് ഇരുട്ടി. ബജി കഴിക്കുന്നു. മോമി മുളക് ബജി കഴിക്കുന്നോ? നമ്മുടെ 5 പള്ളി എന്നുള്ള പെട്ടെന്നുള്ള ചേഞ്ച് പോയി. 5 പള്ളിയോ 4 പള്ളിയായിരുന്നു. നമ്മൾ 4 പള്ളിയല്ലേ, 5 ചേഞ്ച് മാറി പെട്ടെന്ന് ചെട്ടിക്കാട് എത്തി. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോകുന്നവള് നമ്മുടെ അന്തോണീസ് പുണ്യാളുടെ പള്ളിയാണ്. ടയേർഡായി ഗൈസ്, രാവിലെ ഇറങ്ങിയതന്ന്. ഗൈസ്, നമ്മൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വന്നേക്കായിരുന്നു. നോയമ്പുള്ളതിൻ്റെ ഒരവസ്ഥയാണ്. എൻ്റെ അപ്പുറത്ത് മുന്നിലിരുന്ന ഒരാൾ അൽഫാം, ഒരാളല്ല 2 പേര് അൽഫാം ഇതിരുന്ന് തിന്ന. സെക്കൻഡ് അൽഫാം പേഴ്സൺ. ബാക്കി എല്ലാവരും വെച്ച്. ഗൈസ്,
നമ്മുടെ തീർത്ഥാടന ട്രിപ്പ് അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അതെ, അടിപൊളിയായിരുന്നു. അപ്പോ നമ്മുടെ തീർത്ഥാടനം ഞാൻ പറയട്ടെ, തീർത്ഥാടന ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. ഒരു ടീമിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോണു. തീർത്ഥാടനല്ലോ. അപ്പൊ അത് കഴിഞ്ഞു ഗൈസ്. അപ്പോ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്ത. അറിയില്ല, കാണുന്നവര് കണ്ട്. അപ്പൊ ഗൈസ് എല്ലാവർക്കും ബൈ 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 ബൈ.